മൈസെൽഫ് വിഷ്ണു. ബേസിക്കലി ഞാനൊരു റിവ്യൂറൊന്നുമല്ല, എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 പടങ്ങൾ കാണാനിടയുണ്ടായി. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് വീഡിയോ ഇടുന്ന കുറച്ച് കാലം അപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയാണ്. മറ്റാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും കണ്ട സിനിമകളെല്ലാം കാലങ്ങൾക്ക് മുമ്പേ കണ്ട സിനിമകളുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലർ. എല്ലാ മൂവികളും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഒരുപാട് മൂവി കണ്ട് ശീലിച്ചവരാണ്. അത് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ഞാൻ കണ്ട സിനിമകളിൽ 1-2 സീൻസ് അല്ല, അല്ലെങ്കിൽ ഒരു കഥയല്ല, സെയിം പതിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റാരും പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും. മാത്രമല്ല മറ്റുള്ളവർക്ക് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടോ എന്ന് കൂടി അറിയണ്ടേ. അതുകൊണ്ടായിരുന്നു കുറച്ച് ലേറ്റായത്, കുറച്ച് റെഫറൻസ് തപ്പിയെടുക്കേണ്ടതെന്ന്. മറ്റൊന്നല്ല, AR അല്ലെങ്കിൽ അജയൻ്റെ 2ാം മോഷണം, ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മിനി സ്ക്രീനിലോ അല്ലെങ്കിൽ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അത് ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ അതിൽ മിസ്റ്റേക്സ് ആയിട്ട് പറയാനൊന്നുമില്ല. പടം അടിപൊളിയാണ്. എങ്കിലും പറയാനുള്ള മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് പടം നമ്മളെ തുടക്കം മുതൽ ഇൻ്റർവ്യൂവിന് ശേഷം ആവട്ടെ ത്രില്ലടിപ്പിച്ച് സെക്കൻഡ് പോലും ലാഗില്ലാതെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ക്ലൈമാക്സ് എത്തുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന് മുമ്പ് അതിൻ്റെ പീക്ക് സാധനം നിൽക്കുകയാണ്. നോർമലി നമ്മൾ പടം എത്ര ലാഗാണെങ്കിലും അല്ലെങ്കിൽ എത്ര മോശമെന്ന് പറഞ്ഞാലും അതിൽ ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അവസാനം വരെ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സും ആവറേജ് കുഴപ്പമില്ല, നോർമലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ ജസ്റ്റ് ഒരു ഫൈറ്റിലും ഫെയിലായിട്ടാണ് പോകുന്നത്. അപ്പോഴും തിയേറ്ററിലിരിക്കുന്ന ഓരോ പ്രേക്ഷകരും വിചാരിക്കുന്നത് എന്താണ്, ക്ലൈമാക്സിൽ ഒരു കിടിലൻ ഫൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന മറ്റെന്തോ ഇതിൻ്റെ പിന്നിലുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കാണാൻ ആ സെക്കൻഡ് നമ്മൾ പ്രേരിപ്പിച്ചു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ക്ലൈമാക്സ് ശരിക്കും നമ്മളെ തണുപ്പിക്കുകയാണ് ചെയ്തത്. അത്രയും നല്ലൊരു സിനിമ ക്ലൈമാക്സ് ഇല്ലാതായതുപോലെ എനിക്കതിൽ തോന്നിയതെന്ന് പറഞ്ഞാൽ, പുഴയിൽ നിന്നും ആ വിഗ്രഹം എടുത്ത് വന്നതിന് ശേഷം ഒരു ഫൈറ്റ്, അതിനുശേഷം അമ്മയും നാട്ടുകാരെല്ലാവരുമുള്ള അമ്പലത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആ വിഗ്രഹം കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റ് ഈ ക്ലൈമാക്സിനില്ല. അതിനുശേഷം വിഗ്രഹം കൊണ്ടുവരുമ്പോൾ ഒരു ഇടിമിന്നലോട് കൂടി അവനത് പ്രതിഷ്ഠിക്കുന്നു. മണിയൻ്റെ നേരെ പുറകിലായിട്ട് അജയൻ്റെ നേരെ പുറകിലായിട്ട് മലയുടെ മുകളിൽ മണിയൻ്റെ പ്രതിബിംബം കാണിക്കുകയാണെങ്കിൽ ശരിക്കും തിയേറ്റർ ഒന്നിളകും. കൈ അടിച്ചുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആ ഒരു പീക്ക് കിട്ടിയില്ല. അത് അല്ലാതെ പടം വരെ കുറവുകളൊന്നും പറയാനില്ല, പടം സൂപ്പറാണ്. പക്ഷെ ഞാനിവിടെ ശരിക്കും റിവ്യൂ ഇടാൻ, അല്ലെങ്കിൽ ഇത് റിവ്യൂ ആണെന്നറിയില്ല, എനിക്ക് തോന്നിയ കാര്യം എന്തെന്നാൽ, ഈ സിനിമ ഞാൻ കാലങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്. പലരും ഈ സിനിമയിലെ കള്ളൻ ടോവിനോ തോമസ് ആയിരുന്നെങ്കിൽ, കാലങ്ങൾക്ക് മുമ്പേ കണ്ട സിനിമയിലെ കള്ളൻ ആരായിരിക്കും? മറ്റാരുമില്ല, ജനപ്രിയ നായകൻ ദിലീപ്. പുള്ളി അഭിനയിച്ച ഓരോ സീനും ഇതിലുണ്ട്. ടൈമിൻ്റെ വ്യത്യാസമുണ്ട്, ടോവിനോയുടെ എഫേർട്ട് ഉണ്ട്, സംവിധാനങ്ങളും ആക്ഷനും എല്ലാം വേറെയാണ്. പക്ഷേ അതേ പടം തന്നെയാണ് വീണ്ടും എടുത്തു വച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. തുടക്കത്തിൽ സീനായി നിങ്ങളൊന്ന് കണ്ടു നോക്കണം.
രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി ടോവിനോ തോമസ് കുതിരപ്പുറത്ത് വരുന്നൊരു സീനാണ് നമ്മളുടെ ഹീറോയുടെ എൻട്രി. എന്നാൽ നിങ്ങൾ മീശമാധവൻ എടുത്ത് നോക്ക്. മീശമാധവൻ്റെ എൻട്രി സെയിമാണ്. രാജാവിനെ അല്ലെങ്കിൽ ജഗതിയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ദിലീപ്, അതും കുതിരപ്പുറത്ത്. ഓക്കെ, അത് പോട്ടെ. അത് എല്ലാ സിനിമയിലും കുതിരയിൽ വരുന്ന സീൻ ഉണ്ടാവും, നോർമൽ. പക്ഷെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ സ്റ്റാർസിനെയും അതിൽ അഭിനയിച്ച ഓരോ ആളെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സംതിങ് സിമിലർ. മെയിൻലി ടോവിനോ. അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ടോവിനോ അഭിനയിച്ച അതേ റോള് തന്നെയാണ് മീശമാധവൻ എന്ന സിനിമയിൽ ദിലീപ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും സ്ക്രീനിൽ കാണിച്ചു തരാം. മീശമാധവൻ എന്ന സിനിമയിൽ ദിലീപ് ഒരു കള്ളനായിരുന്നു. അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലും മണിയൻ ഒരു കള്ളനായിരുന്നു. തുടർന്ന് അജയൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കള്ളനായിരുന്നു. എന്നാൽ നാട്ടുകാർക്ക് മാധവനോടോ ടോവിനോടോ വലിയതായിട്ട് കള്ളൻ എന്നൊരു രേഖ ഉണ്ടായിരുന്നില്ല. അതിനാണെങ്കിൽ ഉരുളി, മൊന്ത പലതും മാധവൻ നാട്ടുകാരുടെ ആവശ്യത്തിനായിട്ട് കൊണ്ടു കൊടുക്കുന്നു. ഇതിലാണെങ്കിൽ നാട്ടുകാരുടെ കുട്ടികളെ ടോവിനോ പഠിപ്പിക്കുന്നു. എന്നാൽ അവിടെ സ്ഥലത്തെ ഒരു പ്രമാണം ഉണ്ടാവുന്നു. ടോവിനോയുടെ സിനിമയിലുണ്ട്, മാധവൻ്റെ മീശമാധവനിലുണ്ട്. ആ പ്രമാണിയുടെ മകളെ ചെറുപ്പം മുതലേ അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ടോവിനോ സ്നേഹിക്കുന്ന അജയൻ എന്ന കഥാപാത്രം മീശമാധവനിൽ ദിലീപ് പുള്ളിക്കാരൻ്റെ മകളെ പ്രേമിക്കുന്നു. അങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ ആ പ്രമാണിക്ക് ഈ ടോവിനോ എന്ന വ്യക്തിയോ മാധവൻ എന്ന വ്യക്തിയോ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ കഥ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മീശമാധവനിൽ കണ്ട അതേപോലെ തന്നെ അജയൻ്റെ രണ്ടാം മോഷണത്തിലും മാധവൻ്റെ കൂട്ടുകാരനായിട്ട് ഹരശ്രീ അശോകനായിരുന്നുവെങ്കിൽ ഇവിടെ ബേസിൽ ജോസഫ് ആയിരുന്നു. അതുപോലെ തന്നെ മാധവൻ്റെ ഗുരുവായിട്ട് മാളയായിരുന്നുവെങ്കിൽ ഇവിടെ കള്ളൻ്റെ ഗുരുവായിട്ട് ജഗദീഷ് ഉണ്ടായിരുന്നു. അമ്മയായിട്ടായാലും മറ്റ് വില്ലനായാലും ആരായാലും സെയിം കഥാപാത്രത്തെ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണിച്ചത്. അതാരൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പിക്ചറിൽ കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും സെയിം. അജയൻ്റെ രണ്ടാം മോഷണത്തിൽ നാടിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒക്കെ വീഡിയോഗ്രാഫറായിട്ടാണ് വില്ലനെത്തുന്നത്. അവരുടെ ഉദ്ദേശം എന്തെന്നാൽ വിഗ്രഹം കടത്തിക്കൊണ്ടുപോവുക. സെയിം ഉദ്ദേശം തന്നെയായിരുന്നു മീശമാധവനിൽ നമ്മുടെ പോലീസ് ഓഫീസർക്ക്, അതായത് നമ്മുടെ ഇന്ദ്രജിത്തിന്. വിഗ്രഹം മോഷ്ടിക്കുന്നു, കടത്തിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ വിഗ്രഹം ഒളിപ്പിക്കുന്നതും ഒരു സ്ഥലത്താണ്. ഇവിടെ രണ്ടിലും ഇത് ഒളിപ്പിക്കുന്നത് ഒരു വെള്ളത്തിലാണ്. അജയൻ്റെ രണ്ടാം മോഷണത്തിൽ പുഴയിലാണെങ്കിൽ മീശമാധവൻ എന്ന സിനിമയിൽ കിണറ്റിലായിരുന്നു വിഗ്രഹം ഒളിപ്പിച്ചിരുന്നത്, അല്ലേ? ഇതിലും ഇനിയും നിങ്ങൾക്കിത് സിമിലറായി തോന്നുന്നില്ല എങ്കിൽ എനിക്ക് മാത്രം തോന്നിയേക്കാവുന്ന ക്വയറ്റ് നാച്ചുറൽ, അങ്ങനെ വേണം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അജയൻ്റെ രണ്ടാം മോഷണം സൂപ്പർ ഹിറ്റ് തന്നെയാണ്. ഈച്ച് ആൻഡ് എവരി വൺ ബെസ്റ്റ്. അത്രയും ഭംഗിയായിട്ട് അവരുടെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ മോശമായിട്ട് ഒന്നും തന്നെയില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇത്. ഞാൻ പറഞ്ഞ റിവ്യൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ സിമിലാരിറ്റീസ്, ഇവിടെ കാണിക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട വരില്ല. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു, എന്നിട്ട് ഇതിലെന്തെങ്കിലും സജഷൻ അല്ലെങ്കിൽ കമൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തിയാൽ മതി.
ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.